ഇനിയത്തെ മിനിറ്റുകൾ കുറച്ച് സമയം പുത്തൻപുലരി ഡൽഹിയിൽ നിന്നാണ്. അതെ അതെ അതായത് പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ, എന്തൊക്കെ സംഭവ വികാസങ്ങൾ, അതെല്ലാം വളരെ വിശദമായി ആരാണ് പറഞ്ഞു തരിക? ശ്രീകാന്ത് ഒപ്പം ചേരും. നേഷൻ ഫസ്റ്റ്. അപ്പോ ശ്രീകാന്ത് ഡൽഹിയിൽ തയ്യാറാണ്. അപ്പോൾ ദേശീയ വാർത്തകൾ, കൂടുതലും ഡൽഹിയിൽ നിന്നുള്ള വാർത്തകൾ, അതാ ശ്രീകാന്ത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ശ്രീകാന്തിലേക്ക് പോകാം അല്ലേ? ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹി വിശേഷങ്ങൾ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. ഏവർക്കും നേഷൻ ഫസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒട്ടനവധി പ്രധാനപ്പെട്ട വാർത്തകളുണ്ട് ഡൽഹിയിൽ നിന്നും, അതോടൊപ്പം തന്നെ ഉത്തരേന്ത്യയിൽ നിന്നും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സെഗ്മെന്റാണ് നേഷൻ ഫസ്റ്റ്. നമുക്കൊപ്പം നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ കൂടി ചേരുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെ, നമുക്കൊരു കാര്യം അറിയാം. കഴിഞ്ഞ ദിവസം ബംഗാളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. 152 മണ്ഡലങ്ങളിലാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആർക്കനുകൂലമായാണ് ബംഗാൾ നീങ്ങിയത് എന്നുള്ളത് ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ മലയാള മാധ്യമങ്ങൾ, ഞാൻ കുറേ അധികം കാലം പല മലയാള മാധ്യമങ്ങളിലും ജോലി ചെയ്തു വന്നയാളാണ്. മലയാള മാധ്യമങ്ങൾ ബംഗാളിൽ പോയി അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് മമതാ ബാനർജിക്ക് വലിയ എഡ്ജുണ്ട്, മമതാ ബാനർജിക്ക് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് വലിയ എഡ്ജുണ്ട് എന്ന തരത്തിലൊക്കെയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ നടന്നത് എന്ന് അവിടെ വസ്തുനിഷ്ഠമായി അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി റിപ്പോർട്ട് ചെയ്യാൻ ഒരൊറ്റ മലയാള മാധ്യമം പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് 152 മണ്ഡലങ്ങളിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് BJPക്കും അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ തന്നെ വലിയ സ്വാധീനമുള്ള മേഖലകളിലായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിനുള്ള മറുപടി ഇതാ നമുക്കൊന്ന് കണ്ടുവരാം. മുതിർന്ന മാധ്യമപ്രവർത്തകനും ഡൽഹിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന, നിരവധി തെരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്തിട്ടുള്ള ഡോക്ടർ ആർ ബാലശങ്കർ ഇന്ന് ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ എന്താണ് ബംഗാളിൽ നടന്നത്, എന്താണ് ബംഗാളിൽ സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കുകയാണ്. അതൊന്ന് കണ്ടുവരാം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം 152 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. 92% ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് നടന്നിരിക്കുകയാണ് ബംഗാളിൽ. എന്താണ് ഈ പോളിംഗിലെ ഈ ശതമാനം വർദ്ധിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? അത് ആർക്ക് ഗുണമാകും എന്നതിനെക്കുറിച്ച് പല ചർച്ചകൾ നമ്മുടെ കേരളത്തിലടക്കം നടക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാനുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടിയായ ഡോക്ടർ ആർ ബാലശങ്കറാണ്. അദ്ദേഹത്തോട് നമുക്കിത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. സർ, ബംഗാളിൽ മമതാ ബാനർജി തുടർച്ചയായി 3 തവണയായി ഭരിക്കുന്നുണ്ട്. BJP ഇതിനു മുൻപ് ഒക്കെ അഗ്രസീവായ പ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിലും അതിലേറെ ഇത്തവണ സമയം ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രചരണം നടത്തുകയാണ്. 152 മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിയുമ്പോൾ 92%, ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗാണ് അവിടെ നടന്നിരിക്കുന്നത്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? ഈ തിരഞ്ഞെടുപ്പ് ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. ഈ 92% വോട്ടെന്ന് പറഞ്ഞാൽ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഏറ്റവും രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ ഇലക്ഷനിൽ ജനങ്ങളുടെ മനസ്സിൽ തന്നെ വരാൻ തുടങ്ങി ഒന്ന് പരിവർത്തനം, മാറ്റം വരണമെന്നുള്ളൊരു കാര്യത്തിലുള്ള ഒരു ചിന്ത. രണ്ടാമത് ഒരു ആൾക്കാർ തുറന്ന് പറയാൻ തുടങ്ങി. നമ്മളെ കൽക്കട്ടയിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു 10 പേരോട് സംസാരിച്ച 7 പേര് പറയുന്നത് മമതാ ബാനർജി വേണ്ടായിരുന്നു. ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം അവിടെ സംഘടനാ സംവിധാനം വളരെ വീക്കായിട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു ഈ ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ BJPക്ക് അനുകൂലമായി മാറാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് കഴിഞ്ഞ തവണത്തെ BJP മത്സരിച്ചതും ഇത്തവണത്തെ മത്സരവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ തവണ BJP മമതയെ ഫോക്കസ് ചെയ്തിട്ടാണ് മത്സരിച്ചത്. എല്ലാ അറ്റാക്കും എന്ന് പറയുന്നത് പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർ മമതയ്ക്കെതിരായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുമായിരുന്നു.
ഇത്തവണത്തെ ഇലക്ഷൻ കമ്പയിൻ എന്ന് പറഞ്ഞാൽ BJP ആ ഹൈപ്പിലേക്ക് പോയതേ ഇല്ല. കഴിഞ്ഞ 5 വർഷം കൊണ്ട് BJP ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ, ബൂത്ത് ലെവലിൽ എല്ലായിടത്തും വർക്കേഴ്സിനെ പ്രവർത്തനക്ഷമത ഉണ്ടാക്കി. എല്ലാ ബൂത്തിലും BJPക്ക് വ്യക്തികളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൂത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. ഗ്രാസ് റൂട്ട് ലെവലിൽ BJPക്ക് ധാരാളം വർക്കേഴ്സ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ഒരുപാട് നമ്മുടെ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TMC എന്ന് വന്ന ആൾക്കാരായിരുന്നു, ടേൺ കോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഇത്തവണ എന്ന് വെച്ചാൽ ലോക്കൽ ലെവൽ വർക്കേഴ്സാണ് BJPയുടെ 99% കാൻഡിഡേറ്റ്സ്. വളരെ ചുരുക്കം ആൾക്കാരെ ഉള്ളിട്ട് നമ്മളിൽ നിന്ന് വന്ന ആൾക്കാർ. ഇപ്പോൾ ഈ ആദ്യഘട്ടം അങ്ങ് പറഞ്ഞു BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കഴിഞ്ഞ തവണ 77-ൽ 59 സീറ്റ് കിട്ടിയ മേഖലയിലാണ് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നത്. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ BJPയുടെ സാധ്യതകൾ എത്രത്തോളമാണ്? കാരണം ഈ പറഞ്ഞ പോലെ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവരുടെ ബാസ്റ്റിയൻ, TMC ബാസ്റ്റിയൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അവിടെ BJPയുടെ സാധ്യതകൾ എത്രത്തോളമാണുള്ളത്? ബംഗാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബംഗാളിൽ ഭരണമാറ്റം വരുന്നത് അവിടുത്തെ ഭദ്രലോക അവർ മാറുക എന്നുള്ളത്. ഭദ്രകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞാൽ അഭ്യസ്ത വിദ്യരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർ, അവരാണ് ഭദ്രലോകം എന്ന് പറയുന്നത്. ഗവൺമെൻറ് എംപ്ലോയീസ്, മറ്റാൾക്കാരെ ദേ ഡിസൈഡ് ദ ട്രെൻഡ് ഇൻ പൊളിറ്റിക്സ്. അതാണ് അവരുടെ ഒരു രീതി. ഇത്തവണ ആദ്യമായിട്ട് ഈ ഭദ്രലോക മാറ്റം ഓപ്പണായിട്ട് തന്നെ പറയാൻ തുടങ്ങി. BJP നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബംഗാളിലെ റൂറൽ ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടിരുന്നത് നേരത്തെ. ഇപ്പോഴേ അവിടെ കൽക്കട്ട പോലുള്ള സ്ഥലത്തെ, ഹൂബളി പോലുള്ള സ്ഥലത്തെ ഈ കേന്ദ്രങ്ങളിലെല്ലാം BJPയുടെ നല്ല വർക്കേഴ്സുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനം കാര്യമായിട്ട് നടക്കുന്നുണ്ട്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭവാനിപ്പൂർ എന്നുള്ള സ്ഥലത്ത് പോലും മമതാ ബാനർജിക്ക് ജയിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. പലരും ഇപ്പോൾ പറയുന്നുണ്ട് ഡൽഹി കേജ്രിവാളിന് സംഭവിച്ച പോലെ ചിലപ്പോഴേ മമതാ ബാനർജി തോക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അവിടെ മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കാണ്. അതിലൊരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടായാൽ BJPയെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെ ഓവർകം ചെയ്യും? ഇത്രയും കാലം മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ജയിച്ചു കയറിയിരുന്നത് ഈ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ പിന്തുണയോട് കൂടിക്കൊണ്ടാണ്. അങ്ങനെ ഒരു കൺസോൾട്ടേഷൻ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം കേരളത്തിൽ നിന്നടക്കം മൈഗ്രൻ്റ് വർക്കേഴ്സ് അവരുടെ സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുമെന്ന ഭയത്താൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രചാരണത്തെ തുടർന്ന് അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ BJPക്ക് ഇത്തവണ കഴിയും? ഇത് 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഇതുവരെയുള്ള രാഷ്ട്രീയ ചരിത്രം BJP പൊളിച്ചെഴുതിയിട്ടുണ്ട്. കാരണം പല സംസ്ഥാനങ്ങളിലും പറയാൻ സാധിക്കും, ഉത്തർപ്രദേശിലാണെങ്കിലും ശരി, ആസാമിലാണെങ്കിലും ശരി, പൊതുവെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പണ്ഡിതന്മാരുടെ ഒരു വിശകലനം എന്ന് പറയുന്നാൽ 25%, 30% മുസ്ലിം വോട്ടുള്ള ഒരു സ്ഥലത്ത് BJPക്ക് ഒറ്റയ്ക്കൊരിക്കലും അധികാരത്തിൽ വരാൻ പറ്റില്ലെന്നുള്ളതായിരുന്നു. നരേന്ദ്രമോദി ഇത് 2014 ശേഷം കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെഴുതി. രണ്ടാമത്, മുസ്ലിം വോട്ടിൻ്റെ പാരമ്യത, അതായത് അതിൻ്റെ 100% മുസ്ലിം വോട്ട് മമതാ ബാനർജിക്ക് കഴിഞ്ഞ ഇലക്ഷൻ കിട്ടിയിരുന്നു. എങ്കിൽ പോലും അന്ന് BJPയും മമതാ ബാനർജിയും തമ്മിലുള്ള വോട്ട് പെർസെൻറ്റേജിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. 35% പോളറൈസ് ചെയ്താൽ പോലും ബാക്കി ഉള്ള 63% അതുപോലെ കൗണ്ടർ പോളറൈസേഷൻ വന്നു. അത് BJP ഗുണം ചെയ്യും. അതുകൊണ്ടാണ് വാസ്തവത്തിൽ BJP സ്വീപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങയുടെ ഒരു വിലയിരുത്തലിൽ എത്ര സീറ്റുകളിലേക്ക് BJP എത്തും എന്നുള്ളതാണ് ഒരു അസംഷൻ? അത് കൃത്യമായി അല്ലെങ്കിൽ പോലും ഒരു ഏകദേശ ധാരണ എങ്ങനെയാണ് തോന്നുന്നത് അങ്ങേക്ക്? BJPക്ക് ഒരു 170 മുകളിൽ സീറ്റ് വന്നിട്ട് എൻ്റെ വിശ്വാസം. കാരണം 143 സീറ്റാണ് മെജോറിറ്റിക്ക് വേണ്ടത്. ആ മെജോറിറ്റി മാർക്കിൽ നിന്ന് വളരെ മുന്നിലോട്ട് പോകും. അതൊരു 170-180 മുൻപിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ബംഗാളിൻ്റെ ഇലക്ട്രൽ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഒരു വൺ വേ വോട്ടിങ്ങാണ് എപ്പോഴും നടക്കുന്നത്. ഹങ് അസംബ്ലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊരു പ്രത്യേകതയാണ് ബംഗാളിൻ്റെ. എപ്പോഴും ഏത് പാർട്ടിയാണെങ്കിലും അധികാരത്തിൽ വരുന്ന പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്വീപ്പിംഗ് പോളറൈസേഷൻ നടക്കാറുണ്ട്. 2011 മമതാ ബാനർജിക്ക് കിട്ടിയ അതേ തരത്തിലുള്ള ഒരു എൻഡോഴ്സ്മെൻറ്റാണ് ഇത്തവണ BJP കിട്ടാൻ പോകുന്നത്. തീർച്ചയായും ബംഗാളിൽ ഇക്കുറി ഉണ്ടാകാൻ പോകുന്നത് ചരിത്രപരമായ വിധിയായിരിക്കും. BJPയുടെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് ഡൽഹിയിലെ മാധ്യമ മേഖലയിലെ പ്രമുഖരടക്കം പറയുന്നത്. ഡോക്ടർ ആർ ബാലശങ്കർ ഡൽഹിയിൽ മാധ്യമപ്രവർത്തന രംഗത്ത് ഉന്നത സ്ഥാനത്ത് ഉള്ള പ്രമുഖനായ വ്യക്തി കൂടിയാണ്. അദ്ദേഹം അടക്കം അത് വിലയിരുത്തി പറയുന്നത് അങ്ങനെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കടക്കം ഇക്കാര്യത്തിൽ ഒന്നാം ഘട്ട പോളിംഗ് കഴിയുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് കരുതുന്നു. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.
അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബംഗാളിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് മറ്റ് മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനം TV നിങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ കണക്കുകൾ, അതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് എത്തിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ആർ ബാലശങ്കർ പറഞ്ഞതുപോലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത്, ആ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 152 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് BJPക്ക് അതിശക്തമായ സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ്. അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹത്തിന് ആയിരുന്നു ബംഗാളിലെ തെരഞ്ഞെടുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ട ചുമതല. അദ്ദേഹം പറഞ്ഞത് 110 സീറ്റ് വരെ അവിടെ പോകും എന്നുള്ളതാണ്. ആർ ബാലശങ്കർ നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു 100-നടുത്ത് സീറ്റ് വരെ അത് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ഡെഡ്ലി കോംബോയാണ് ബംഗാളിൽ BJPക്ക് വേണ്ടി പ്രചാരണം നയിക്കാനെത്തിയത്. ഒന്ന് ഭൂപേന്ദ്ര യാദവ്, അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ, തെരഞ്ഞെടുപ്പ് ഒരുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 100-ൽ 100 എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ സുനിൽ ബൻസാൽ, അമിത്ഷായുടെ വിശ്വസ്തനാണ്. നേരത്തെ ഉത്തർപ്രദേശ് പിടിക്കുന്നതിന് BJP നിയോഗിക്കുകയും അത് കംപ്ലീറ്റ് ആയി ഉത്തർപ്രദേശ് BJPയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത വ്യക്തിയാണ് സുനിൽ ബൻസാൽ. സുനിൽ ബൻസാലിനാണ് ഈ സ്ഥലത്ത് ബംഗാളിൽ അവിടെ സംഘടന കെട്ടിപ്പടുക്കാനുള്ള ചുമതല നൽകിയത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒന്നാം ഘട്ടം BJPയുടെ ഒരു ക്ലീൻ സ്വീപ്പ് കാണാം എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടാം ഘട്ടം BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ രീതിയിലുള്ളതല്ല. കാരണം 142 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 20-ഓ 21-ഓ സീറ്റാണ് BJPക്ക് കിട്ടിയത്. അക്ഷീണമായ പ്രയത്നം അവിടെ വേണ്ടിവരും. ഈ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള അർബൻ ബെൽറ്റിൽ അത് ഒന്നടങ്കം BJPയിലേക്ക് വരേണ്ട ഒരു സാഹചര്യവും കൂടിയുണ്ട്. 40-ന് മുകളിൽ സീറ്റ് എന്തായാലും അവിടെ കിട്ടും എന്നാണ് BJPയുടെ ഒരു പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ ഭരണത്തിലേക്ക് BJP എത്തുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് ഇപ്പോൾ ആർ ബാലശങ്കർ കൂടി പറഞ്ഞിരിക്കുന്നത്. ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകളും ഓരോ വിശദാംശങ്ങളും കൃത്യമായ രീതിയിൽ ജനം TV നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കും എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയുന്നു. ഇനി നമ്മുടെ മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡൽഹിയിൽ നിന്നും ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളുണ്ട്. അതിൽ ഒന്ന് ആം ആദ്മി പാർട്ടിയിലെ പൊട്ടിത്തെറിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ 7 രാജ്യസഭാ MP-മാർ BJPയിൽ ചേർന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹർഭജൻ സിംഗ്, സ്വാതി മാലിവാൾ ഉൾപ്പെടെ, അശോക് മിത്തൽ, സന്ദീപ് പഥക് ഉൾപ്പെടെയുള്ളവർ ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ വിമർശനവുമായാണ് അവർ BJPയിലേക്ക് വന്നത്. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രിയ പ്രേക്ഷകരെ. കാരണം 2027-ൽ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇവരുടെ വരവ്, ഈ പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ MP-മാരുടെ വരവ് BJPക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. ഇതിനോടകം തന്നെ ഭഗവന്ത് മന്നിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിലുള്ള മുഖ്യമന്ത്രി, ആം ആദ്മി പാർട്ടി നേതാക്കൾ ഒന്നടങ്കം BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്നൊരു റൂമർ ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. ഒരു ഓപ്പറേഷൻ ലോട്ടസ് പഞ്ചാബിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി മറ്റൊരു വാർത്ത, ഉത്തരേന്ത്യയിൽ അത്യുഷ്ണമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലും അങ്ങനെ തന്നെ. പക്ഷേ കുറച്ചുകൂടി കടുത്ത അവസ്ഥയിലാണ് ഉത്തരേന്ത്യയിലെ കാര്യം എന്ന് പറയാതിരിക്കാനാകില്ല. അതായത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യ കിഴക്കൻ ഇന്ത്യയിലും താപനില 40 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ഫോർകാസ്റ്റ്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹി കേന്ദ്രീകരിച്ച് ചൂട്, പകൽ സമയത്തൊന്നും തന്നെ പുറത്തിറങ്ങാനാകാത്ത വിധം ചൂട് ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെയും യെല്ലോ അലേർട്ട് ആയിരുന്നു. സ്വാഭാവികമായും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഡൽഹിയിലുള്ള മലയാളികൾ, അവരോടാണ് ഈ പകൽ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുകൂടിയാണ് പറയുന്നത്. 40 മുതൽ 44 ഡിഗ്രി വരെ ഈ ചൂട് ഉയരുന്നതിനുള്ള സാധ്യത കണക്ക് കൂട്ടപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മല്ലികാർജുൻ ഖർഗെ നേരത്തെ തീവ്രവാദി, ഭീകരവാദി എന്ന് വിളിച്ച ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നോട്ടീസ് ഇദ്ദേഹത്തിന് അയക്കുകയും അത് കോൺഗ്രസിനെ ചൊടിപ്പിക്കുകയും ചെയ്ത വാർത്ത നമ്മൾ നേരത്തെ കേട്ടതാണ്. ഇതാ ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ആ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിൽ നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിന്റെ പകപോക്കൽ, അത് ഈ മല്ലികാർജുൻ ഖർഗെക്ക് നോട്ടീസ് നൽകിയതിന്റെ പകപോക്കലാണ് അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ജ്ഞാനേഷ് കുമാറിന് തൽക്കാലം ശക്തിയില്ലാത്ത കോൺഗ്രസിന്റെ രാജ്യസഭയിലെ ഈ പ്രകടനത്തെ അതിജീവിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ
ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രധാനമന്ത്രിയെ ഈ മല്ലികാർജുൻ ഖർഗെ ഭീകരവാദി എന്ന് വിളിച്ചതിന്റെ പേരിൽ ഒരു നോട്ടീസ് നൽകിയതിന് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഭരിക്കുന്ന കാലത്ത് ഇവരൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടൊക്കെ ചെയ്തിരുന്നത്, ഈ സിസ്റ്റത്തോട് ചെയ്തിരുന്നത് എത്ര വലിയ കൊടും പാതകമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിച്ചു പോവുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി ഇന്ന് വരാനുണ്ട്. അതെല്ലാം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മൾ ഇതോടൊപ്പം ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ഒരു സംഭവമാണ്, ഒരു പരിപാടിയാണ്. ഇനി എല്ലാ ദിവസങ്ങളിലും ഇതുപോലെയുള്ള അറിയിപ്പുകൾ കൂടി നമ്മുടെ ഈ സെഗ്മെന്റിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കും. അതായത് ആദിശങ്കര ജയന്തിയുടെ ഭാഗമായി അദ്വൈത ശങ്കരം എന്ന പേരിൽ ഒരു പരിപാടി അത് ഡൽഹിയിൽ നടക്കാൻ പോകുന്നു. നാളെയാണ് ഈ അദ്വൈത ശങ്കരം എന്ന പരിപാടി നടക്കാൻ പോകുന്നത്. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലാണ് അദ്വൈത ശങ്കരം എന്ന പരിപാടി ഡൽഹിയിൽ നടക്കുന്നത്. മുൻ വർഷങ്ങളിലൊക്കെ വളരെ ഭംഗിയായി നടപ്പിൽ വരുത്തിയ പരിപാടി കൂടിയാണ് അദ്വൈത ശങ്കരം. അതിന്റെ സമയം ഇപ്രകാരമാണ്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് നാളെ വൈകിട്ട് 4 മണിക്ക് DDA പാർക്ക്, മന്നം ഇന്റർനാഷണൽ സെന്ററിന് സമീപം, സെക്ടർ 11, ദ്വാരക. ഇതാണ് സ്ഥലം. ഒന്നുകൂടി പറയാം, DDA പാർക്ക്, മന്നം ഇന്റർനാഷണൽ സെന്ററിന് സമീപം, സെക്ടർ 11, ദ്വാരക. വൈകിട്ട് 4 മണിക്കാണ്. ബഹുമാനപ്പെട്ട രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജക് J നന്ദകുമാർ ആ പരിപാടിയുടെ ഭാഗമായി എത്തുന്നുണ്ട്. സ്വാമി ഉദിത് ചൈതന്യ ആ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതായത് ഡൽഹിയിലെ മുഴുവൻ മലയാളികളുടെയും മുഴുവൻ ഹൈന്ദവ വിഭാഗത്തിന്റെയും ഒരു പ്രധാനപ്പെട്ട പരിപാടി കൂടിയാണ് അദ്വൈത ശങ്കരം. അപ്പോൾ ആ വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സെഗ്മെന്റ് നേഷൻ ഫസ്റ്റ് എന്ന സെഗ്മെന്റ് ഇന്നത്തെ ഈ ഒരു 10-20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.